പറയാൻ പോകുന്നത് ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കലിയുഗത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശിവപുരാണം. ശിവപുരാണം വായുദേവനാണ് ഇവിടെ പ്രചരിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. 24,000 ശ്ലോകങ്ങൾ അടങ്ങുന്ന ശിവപുരാണം വായു ഭഗവാനാണ് ഇവിടെ എല്ലാ ജനങ്ങൾക്കുമായി ഭഗവാനാണ് ഇവിടെ നൽകിയതെന്ന് കരുതപ്പെടുന്നു. ശിവപുരാണത്തിൻ്റെ മാഹാത്മ്യത്തിലുള്ള ഒരു കഥയാണിന്ന് പറയുന്നത്. ഈ കഥ കുഞ്ചൻ എന്ന രാജ്യം ഭരിച്ചിരുന്ന ഒരു സിന്ധു നദീതീരത്ത് താമസിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും എല്ലാവർക്കും പരോപകാരിയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ സുകുമാരൻ വളരെ ഉപദ്രവകാരിയും അദ്ദേഹം ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ആളുമായിരുന്നു. അങ്ങനെ വളരെ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം പ്രായപൂർത്തിയായി. അദ്ദേഹം രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു ചണ്ടാല സ്ത്രീയെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന് 7 മക്കൾ ഉണ്ടാകുകയും ചെയ്തു. ആ സമയത്ത് സിന്ധു നദീതീരത്തെ ഗംഭീരമായ ഒരു ഉത്സവത്തിന് പോകുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി പറഞ്ഞു. മനോഹരമായ പുഷ്പങ്ങൾ വേണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് അദ്ദേഹം പുഷ്പങ്ങൾക്കായി പുറപ്പെട്ടു. വളരെ ദൂരം സഞ്ചരിച്ചു. എങ്കിലും പുഷ്പങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അങ്ങനെ കാട്ടിലേക്ക് പോയി. കാട്ടിൽ നിന്നും വളരെയധികം പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ ഒരു ശിവലിംഗം കാണാനിടയായി. അത് ചരിഞ്ഞു കിടക്കുന്നത് കണ്ടു. അപ്പോഴേക്കും അദ്ദേഹം ആ പരിസരമെല്ലാം വൃത്തിയാക്കി ശിവലിംഗം ശരിയായ വിധത്തിൽ അവിടെ സ്ഥാപിക്കുകയും വെയിലും മഴയും കൊള്ളാതിരിക്കുവാൻ മേൽക്കൂര ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായ എല്ലാ പുഷ്പങ്ങളും ശിവവിഗ്രഹത്തിൽ അർപ്പിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം സ്തോത്രങ്ങളും നാമങ്ങളും ചൊല്ലുകയും ചെയ്തു. അന്നേ ദിവസം ഒരു ശിവരാത്രിയായിരുന്നു. ആ ശിവരാത്രി ദിവസം അദ്ദേഹം ജലപാനം പോലും ഇല്ലാതെ ഭഗവാനെ നമസ്കരിച്ചു. അദ്ദേഹം ഭഗവാന്റെ സ്മരണയിൽ അന്നേ ദിവസം കഴിച്ചുകൂട്ടി. ആ ദിവസം വളരെയധികം പ്രാധാന്യമുള്ള ദിവസവും കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ കാലം കഴിയുകയും അദ്ദേഹം രോഗബാധിതനായി മരണപ്പെടുകയും ചെയ്തു. ആ സമയത്ത് യമദൂതന്മാർ അവിടെ എത്തി. അപ്പോൾ തന്നെ ശിവദൂതന്മാരും എത്തി. അവർ തമ്മിൽ പറഞ്ഞു, ഞങ്ങൾക്കാണ് അവകാശമെന്ന് ശിവദൂതന്മാർ പറഞ്ഞു. എന്നാൽ യമദൂതന്മാർ പറഞ്ഞു, അദ്ദേഹം വളരെ അക്രമകാരിയാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ശിവഭഗവാന്റെ ദൂതങ്ങൾ പറഞ്ഞു, ശിവരാത്രി വിധം അദ്ദേഹം ആചരിക്കുകയും അദ്ദേഹം ശിവലിംഗത്തിന് പൂജയും എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശിവരാത്രി വ്രതം ശരിയായ വിധത്തിൽ ആചരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഗുണങ്ങളുള്ള ആളായി മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ പാപങ്ങളെല്ലാം അദ്ദേഹത്തിന് നശിക്കുകയും അദ്ദേഹം ഈശ്വരൻ്റെ പ്രിയപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ ഭൂതങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കാണ് ഇദ്ദേഹത്തിൽ അവകാശമെന്ന് പറഞ്ഞു. അങ്ങനെ യമദൂതന്മാർ അവിടെ നിന്നും പോകുകയും ശിവദൂതന്മാർ അദ്ദേഹത്തിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അത്രയും പരിഭാവനമാണ് ശിവരാത്രിയുടെ പ്രാധാന്യം. ശിവരാത്രി വ്രതത്തിൽ പാർവതീദേവി ഭഗവാന്റെ കണ്ടത്തിൽ വിഷം പിടിച്ചു വെച്ച് ഭഗവാന്റെ ശരീരം സംരക്ഷിച്ച ദിവസമാണെന്ന് അന്ന്. അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏകാദശിയേക്കാളും പ്രാധാന്യമുണ്ട് ശിവരാത്രി വ്രതത്തിന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി ശരിയായ വിധത്തിൽ ശിവരാത്രി വ്രതം ആചരിച്ചുകൊണ്ട് ഭഗവാന്റെ സ്മരണയിൽ അന്നേ ദിവസം കഴിയുക. അതുവഴി എല്ലാവിധ പാപങ്ങൾ നശിക്കുന്നതും ശ്രേയസ് വർദ്ധിക്കുന്നതിനും മരണാന്തരം ശിവലോകം പ്രാപിക്കുന്നതിനും ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശിവരാത്രി. അതുകൊണ്ട് തന്നെ ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും ഉത്തമമായിട്ടുള്ളതാണ് ശിവരാത്രി വളരെയധികം പ്രശസ്തമായ കാര്യമാണ് ശിവരാത്രി. അതുകൊണ്ട് തന്നെ എല്ലാവരും
ശരിയായ വിധത്തിൽ ശിവരാത്രി വ്രതം ആചരിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിക്കുക. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത്. ചതുർത്ഥി അർദ്ധശിവരാത്രി ആയി ആഘോഷിച്ചു വരുന്നു.